ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. വെൻ ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആർ ഗീവൻ. ടോട്ടൽ ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റ് എണ്ണം തന്നിരിക്കും, പക്ഷേ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഗീവൻ. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് തരത്തില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ മെത്തേഡ് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാമേ. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ഇല്ലസ്ട്രേഷൻ 3.2.5 നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. അവിനാശ് എൻ്റർപ്രൈസസ് പർച്ചേസ്ഡ് മെഷീനറി ഓൺ ഹയർ പർച്ചേസ് ബേസിസ്. ഹയർ പർച്ചേസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിനാശ് എൻ്റർപ്രൈസ് എന്ത് ചെയ്യുക, ഒരു മെഷീനറി വാങ്ങിക്കുകയാണ്. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ വാസ് റുപ്പീസ് 74,500 രൂപ. കണ്ടോ, മെഷീൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 74,500 രൂപയാണെന്ന് പറയുന്നുണ്ട്. ഹി പെയ്ഡ് റുപ്പീസ് 20,000 ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. കണ്ടോ, എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സമയത്ത് 20,000 രൂപ അവിനാശ് എൻ്റർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആൻഡ് ബാലൻസ് ഇൻ 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് റുപ്പീസ് 20,000 ഇഞ്ച്. കണ്ടോ, അപ്പോൾ എത്ര വർഷത്തേക്ക് പറഞ്ഞിരിക്കുന്നത്? 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. കേട്ടോ, അപ്പോൾ 3 വർഷത്തിൽ ഓരോ ഇയറിലായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? 20,000 വെച്ച് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ഈച്ച് ഇയർ. ഓരോ വർഷം നിങ്ങൾ ചെയ്യണം, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഏത് മെത്തേഡാണ്? രണ്ടാമത്തെ മെത്തേഡാണ് അല്ലേ. എൻ്റെ രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്യാഷ് പ്രൈസും പറയുന്നുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എണ്ണം പറയുന്നുണ്ട്, പക്ഷേ എന്ത് പറയുന്നില്ല? ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിൽ രണ്ടാമത്തെ കേസ് ഉണ്ടാവും. വെൻ ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആർ ഗീവൻ. ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കും, പക്ഷേ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് തരത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഒരു കണക്കാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ എഴുതാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഹെഡിങ് എഴുതാം, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നോക്കുക, മെഷീൻ പ്രൈസ് 74,500 രൂപയാണ്. അത് നമ്മുടെ ക്യാഷ് പ്രൈസ് എന്ന് പറയും. ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്? 20,000 രൂപയാണ് അല്ലേ. ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 20,000-ന് 3 ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുമ്പോൾ മൊത്തത്തിലുണ്ട് 60,000 രൂപ. അപ്പോൾ 60,000 രൂപയാണ് കൊടുക്കേണ്ടത്. മനസ്സിലാലോ? അപ്പോൾ 20,000 3 വെച്ച് 3 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ 60,000 രൂപയാവും അല്ലേ. ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ 20,000 പ്ലസ് 60,000 രൂപയാണ്. അതായത് ഡൗൺ പേയ്മെൻറ്റ് 20,000 രൂപയും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് മൊത്തത്തിലാണ് 60,000 രൂപയാണ്. അപ്പോൾ 20ഉം 60 കൂട്ടുമ്പോൾ എത്രയും 80,000 വരും അല്ലേ. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയർ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ്. അപ്പോൾ ഹയർ പർച്ചേസ് എത്രയാണ്? 80,000. കണ്ടല്ലോ, ക്യാഷ് പർച്ചേസ് എത്രയാണ്? 74,500 ആണ്. അപ്പോൾ 80,000 മൈനസ് 74,500. അപ്പോൾ ടോട്ടൽ എത്രയും? 5,500 രൂപ. അപ്പോൾ ഈ 5,500 നിങ്ങൾ എന്ത് ചെയ്യണം? 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കണം. മനസ്സിലാലോ? അപ്പോൾ ആദ്യം ഒന്ന് പറയാം. നിങ്ങളുടെ ഹെഡിങ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞ ഹെഡിങ് എഴുതുക. ക്യാഷ് പ്രൈസ്, അതായത് മെഷീൻ പ്രൈസ് എത്രയാണ്? 74,500 ആണ്. ഡൗൺ പേയ്മെൻറ്റ് 20,000 പറയുന്നുണ്ട്. ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് 3 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം? 60,000 രൂപയാവും. ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെൻറ്റും ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 80,000 കിട്ടും. അതാണ് 20,000 പ്ലസ് 60,000. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. കണ്ടോ, ഹയർ പർച്ചേസ് മൈനസ് ക്യാഷ് പ്രൈസ്. അപ്പോൾ 80,000 മൈനസ് 74,500. അപ്പോൾ എത്ര വരും? 5,500. അപ്പോൾ ഈ 5,500 നിങ്ങൾ ചെയ്യണം 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തെന്ന് അറിയണം. ഓക്കെ അല്ലേ. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ ഹെഡിങ് എന്താണ്? ഡിറ്റർമൈൻ ദ റേഷ്യോ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. കണ്ടോ, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ റേഷ്യോ നിങ്ങൾ ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം 3 ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് കൊടുക്കാം. കണ്ടോ, ഫസ്റ്റ് ഇയർ എത്തിക്കഴിയുമ്പോഴത്തേക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ് പെൻഡിങ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ഇൻസ്റ്റാൾമെൻറ്റ് ആർ പെൻഡിങ്ങിന് കൊടുക്കണം. എന്നിട്ട് ഈ 3 ആണ് റേഷ്യോ എത്ര കൊടുക്കുന്നത്? 3 ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലാലോ? ഓക്കെ. രണ്ടാം വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ വർഷത്തെ പേയ്മെൻറ്റ് അടച്ച് ചെയ്യുമ്പോൾ ബാക്കി എത്ര പെൻഡിങ് വരും? 2 പെൻഡിങ് വരും അല്ലേ. അപ്പോൾ 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ പെൻഡിങ്. കണ്ടോ, അപ്പോൾ ഈ 2 ആണ് എന്ത് ചെയ്യുന്നത്? റേഷ്യോ ആയിട്ട് 2 കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോഴത്തേക്ക്, അതായത് മൂന്നാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും ഒരു പെൻഡിങ്ങേ വരത്തുള്ളൂ, ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. അതാണ് കണ്ടോ, 1 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ പെൻഡിങ്. കണ്ടല്ലോ. അപ്പോൾ ഈ 1 എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേഷ്യോസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി,
Therefore, ratios of outstanding balance 3:2:1 കണ്ടല്ലോ. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി. ഓക്കെ അല്ലേ? ഈ 5,500 നമ്മൾ ചെയ്യണം 3 ഇൻസ്റ്റാൾമെൻറ്റിലെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 വർഷത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ഹെഡിങ് എന്തുവാ? കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ഈച്ച് ഇയർ. ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എളുപ്പമുണ്ട് 5,500 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യണം 5,500 ഇൻറ്റു ഇവിടെ നോക്കിയേ 3:2:1 അല്ലേ? ഇത് കൂട്ടുമ്പോൾ എത്രയും 6 വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇതാക്കണ്ടേ, ഫ്രാക്ഷൻ ആക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെയ്യും 3/6 2/6 1/6 ആവും. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ 6 ഉണ്ടാവും, എല്ലാവരെയും കണക്ട് ചെയ്യണം. അപ്പോൾ റേഷ്യോൻ്റെ രൂപത്തിലാക്കണം. അപ്പോൾ 3/6 2/6 1/6. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റേഷ്യോ നമ്മൾ ചെയ്യണം, ഈ എമൗണ്ടിനെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 5,500 ഇൻറ്റു 3/6 എത്ര വരും? 2,750. സെക്കൻഡ് ഇയർ ആകുമ്പോഴോ 5,500 ഇൻറ്റു 2/6 അപ്പോൾ എത്രയും 1,833.33 കണ്ടോ. പോയിന്റ് കഴിഞ്ഞ് 5ൽ കൂടുതൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന എമൗണ്ടിനോടൊപ്പം ഒന്ന് റൗണ്ട് ചെയ്ത് വിടണം, കൂട്ടിയെടുക്കണം. ഓക്കെ അല്ലേ? ഇപ്പം പോയിന്റ് 5 താഴെ അല്ലേ? അപ്പോൾ പോയിന്റ് 5 താഴെ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യണം 1,833 എഴുതിയാൽ മാത്രം മതി. ഓക്കെ. പോയിന്റ് 5ൽ കൂടുതൽ വരുവാണെങ്കിൽ ചെയ്യണം ഇപ്പുറത്ത് ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1,834 കിട്ടും. ഇതിപ്പം പോയിന്റ് 5ൽ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് മാത്രമേ എഴുതിയാൽ മതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ. ഇനി തേർഡ് ഇയർ ആകുമ്പോഴോ 5,500 ഇൻറ്റു ഇവിടെ വന്നല്ലേ? അപ്പോൾ നമ്മൾ 1/6 ഇടണം. അപ്പോൾ എത്ര കിട്ടും? 916.67 വരും. അപ്പോൾ പോയിന്റ് 5ൽ കൂടുതൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 917 കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടി. 2,780 1,833 917. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തരണം 5,500 കിട്ടണം. കണ്ടല്ലോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡാർക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇച്ചിരി പ്രയാസം ആയതുകൊണ്ടാണ് ഞാൻ എന്തൊരു സിമ്പിളായിട്ട് അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? ഓക്കെ.